അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ വെച്ചാൽ മാറ്റ് മോഡ് ഫിക്സിങ്. പലവർക്കും നമ്മളെ ഈ കേരള ട്രാഫിക് മോഡ് ആഡ് ചെയ്യുമ്പം ചിലവർക്ക് ഇത് ഓപ്പൺ ആവുന്നില്ല. മറ്റു ചിലർക്കാണെങ്കിൽ നമുക്ക് ഈ മാപ്പ് മോഡ് കാര്യങ്ങൾ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങൾ എഴുതി കാണുന്ന ഈ മാപ്സും കാര്യങ്ങളൊക്കെ ചിലർക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം നമ്മളൊരു ട്രാഫിക് മോഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിപ്പം ചില മാപ്പ് മോഡിൽ ഇങ്ങനെ പ്രശ്നം വരാറുണ്ട്. നമുക്ക് മാപ്സും കാര്യങ്ങളും ഡൗൺലോഡ് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് മാപ്സ് ഡൗൺലോഡ് ചെയ്ത് കളിക്കാൻ പറ്റത്തില്ല. 1-2 മാപ്സ് മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് നമുക്ക് എങ്ങനെ ഫിക്സ് ചെയ്യാം, അങ്ങനെയാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്താൽ മുഴുവനായിട്ട് കാണാൻ നിങ്ങൾ ശ്രമിക്കുക. അതിനുവേണ്ടി നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ വേറെ സൈറ്റിൽ കയറുക. KBRൻ്റെ സൈറ്റുണ്ട്, അതിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ആ സൈറ്റുകൾ കിട്ടുന്നതാണ്. അപ്പോൾ ആ സൈറ്റിൽ കയറി നമ്മൾ അത് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം കുറച്ച് കാര്യങ്ങൾ അതിൽ ചെയ്യാനുണ്ട്. അപ്പോൾ അത് കാണാൻ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്താൽ മുഴുവനായിട്ട് കാണാൻ നിങ്ങൾ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നമ്മളെ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ ഇതിനു മുമ്പും കുറേ മാപ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതും നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ടും കളിക്കാൻ പറ്റത്തില്ല. ഈ മാപ്പ് ഡൗൺലോഡ് ആകത്തില്ല. അതിനുവേണ്ടി നമ്മൾ ചെയ്യാനുള്ളത്, നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുന്ന പോലെ നമ്മളിപ്പം ചെയ്യാനുള്ളത് വെച്ചാൽ നമുക്ക് നേരെ KBRൻ്റെ സൈറ്റിലോട്ട് നമുക്ക് പോകാനുള്ളത്. അപ്പോൾ അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനും കാര്യങ്ങൾ കൊടുത്തയക്കാം. ഇപ്പോൾ ടീം KBR എന്ന് പറഞ്ഞാൽ അവർ സൈറ്റിലോട്ട് പോകും. നേരെ കൊണ്ടോട്ടി ട്രാഫിക് ബേറ്റ വെർഷൻ എന്ന് പറയുന്ന ഒരു ഇത് നമുക്ക് കാണിക്കും. അപ്പോൾ ഇതിലൂടെ ഇടയ്ക്കിടയ്ക്ക് ആഡ്സും കാര്യങ്ങളൊക്കെ കയറി വരും. അപ്പോൾ അതൊക്കെ നമ്മൾ റിമൂവ് ചെയ്ത് കളഞ്ഞോളാം. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ക്യാൻസൽ ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ നമ്മളൊരു സൈറ്റിൽ കയറി ക്ലിക്കുമ്പോൾ തന്നെ അത് വേറെ സൈറ്റിലോട്ടൊക്കെ പോയി കഴിയും. അപ്പോൾ അതുകൊണ്ട് അതനുസരിച്ച് വേണം നിങ്ങളത് കൊടുക്കുക. അപ്പോൾ നമ്മൾ നേരെ ഇവിടെ വരുമ്പം ഇതിൽ 2 ഫയലുണ്ട്. ആപ്പ് ഫയലുണ്ട്, OBB ഫയലും ഉണ്ട്. പിന്നെ ഗ്രാഫിക്സ് മോഡ് വേണമെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ആഡ് ചെയ്യാം. അതിനുള്ള ഫയലും അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡൗൺലോഡ് ചെയ്യുന്നത് ആപ്ലിക്കേഷനാണ്. നമ്മുടെ ബസ്സിൻ്റെ ഒറിജിനൽ ആപ്ലിക്കേഷൻ. അത് നമുക്ക് ഡൗൺലോഡ് ചെയ്യണം ഫസ്റ്റ്. ഇത് നേരെ നമ്മൾ ഷെയർ മോഡ്സും കാര്യങ്ങളാണ് പോകുന്നത്. നേരെ സൈറ്റിൽ നിന്ന് ഷെയർ മോഡ്സിലോട്ട് പോകും. അപ്പോൾ നമുക്കിത് നേരെ ഡൗൺലോഡ് ചെയ്യാം. ഇത് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം. അപ്പോൾ ഇതിങ്ങനെ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഇങ്ങനെ കാണിക്കും. ഇടയ്ക്കിടയ്ക്ക് ആഡ്സ് ഇങ്ങനെയുള്ള ഒരു ഡൗൺലോഡ് ആവത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു ഇഷ്യൂ വരും. 2 വട്ടം കൊടുക്കുമ്പോൾ അത് റെഡിയാവും. അതിനുശേഷം നമുക്ക് ഡൗൺലോഡ് ചെയ്യുന്നത് OBB ഫയലാണ്. OBB ഫയൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ നമുക്ക് കറക്റ്റ് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ മാപ്പ് കാര്യങ്ങളൊക്കെ ഫിക്സഡ് ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്കത് ഡൗൺലോഡായി കിട്ടുക. അതിനുശേഷം നമുക്കിത് കൊടുക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ OBB ഫയലാണ്. OBB ഫയൽ എന്ന് വെച്ചാൽ നമുക്കൊരു 3 പേജുണ്ട്. ആ 3 പേജിൽ നമുക്ക് ഒരു 13 സെക്കൻഡ് കാണിക്കാം. 13 സെക്കൻഡ് നമ്മൾ മാറുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. ഇപ്പം 7 സെക്കൻഡ് 6 സെക്കൻഡ് ഇങ്ങനെ കാണിച്ചുകൊണ്ടെങ്കിൽ ടൈമിൽ. അപ്പോൾ ഫസ്റ്റത്തെ ഒരു പേജ് നമുക്ക് ഇത് ക്ലിക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ ഒരു സെക്കൻഡ് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ നേരെ ഇവിടെ വെരിഫൈ കൊടുക്കുക, സ്റ്റാർട്ട് കൊടുക്കുക, കണ്ടിന്യൂ കൊടുക്കുക. അപ്പോൾ ഇത് നേരെ വേറെ ആഡ്സിലോട്ട് നമ്മൾ കയറിപ്പോവും. അപ്പോൾ അത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക കറക്റ്റ്. അപ്പോൾ ഇതുപോലെ താഴെ നിങ്ങൾ കാണിക്കും. അപ്പോൾ നമ്മൾ കണ്ടിന്യൂ പേജ് 1 ആണെങ്കിൽ 1 കാണിക്കും. അടുത്തതുപോലെ വീണ്ടും നമ്മൾ സെക്കൻഡ് വെയിറ്റ് ചെയ്യുക. 2ാമത്തെ പേജും കംപ്ലീറ്റ് ചെയ്യണം. 2ാമത്തെ പേജും കംപ്ലീറ്റ് ചെയ്ത് 3ാമത്തെ പേജും കംപ്ലീറ്റ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് GP ലിങ്കിലോട്ട് കറക്റ്റ് നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ അതും വെരിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2ാമത്തെ പേജും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ വീണ്ടും കണ്ടിന്യൂ കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ 3ാമത്തെ ഫയൽ 3ാമത്തെ പേജ് ആ 3ാമത്തെ പേജിൽ നമ്മൾ വെയിറ്റ് ചെയ്യുക. 3ാമത്തെ പേജ് നമ്മൾ ഓപ്പൺ ആക്കി കറക്റ്റായാൽ മാത്രമേ നമുക്ക് ഈ സൈഡിലോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ അവിടെ വെയിറ്റ് ചെയ്യുക. അടുത്ത 3ാമത്തെ പേജ് നമ്മൾ ക്ലിക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. പ്ലീസ് വെയിറ്റ് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കണ്ടിന്യൂ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ GP ലിങ്ക്സ് ആണ് നമ്മൾ ഈ സൈറ്റ്. ഇപ്പോൾ GP ലിങ്ക്സ് നമ്മൾ നേരെ കയറുമ്പോൾ നേരെ ഷെയർ മോഡ്സിലോട്ട് നമ്മൾ പോകുന്നതാണ്. അപ്പോൾ അതിനുശേഷം നമ്മൾ കൊണ്ടോട്ടി ട്രാഫിക് ബേറ്റ വെർഷൻ നമ്മൾ ഡൗൺലോഡ് ചെയ്യുക. ഇത് ഇത്രയും കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്കിതൊന്ന് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഈ മാപ്പ് മോഡും കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്യാം. അപ്പം നമ്മുടെ ഈ കാണുന്ന V4 3.2 അതിൻ്റെ ഒരു മാപ്പ് ഉണ്ട്. ആ മാപ്പ് നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നു. അപ്പോൾ മാപ്പ് ഡൗൺലോഡ് ചെയ്ത് നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിനി ഇതൊക്കെ ഡൗൺലോഡ് ചെയ്ത് നമുക്കിത് ആപ്ലിക്കേഷൻ ആദ്യം ഇൻസ്റ്റാൾ ചെയ്യണം. ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ചെയ്യാനുള്ളത് ഫസ്റ്റ് നമ്മൾ ഡൗൺലോഡ് ചെയ്ത APK ഫയൽ. ആ APK ഫയൽ നിങ്ങൾ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഫസ്റ്റ് അത് ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ ഡൗൺലോഡ് എന്ന് പറഞ്ഞൊരു ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മളിപ്പോൾ ഡൗൺലോഡ് കൊടുക്കുകയാണ്. നമ്മൾ ഡൗൺലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡൗൺലോഡ് കംപ്ലീറ്റ് ആയ ഉടനെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുക. നമ്മൾ വെയിറ്റ് ചെയ്യാം. നമ്മൾ ഇത് ഇൻസ്റ്റാൾ ചെയ്യുക. ഞാൻ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്, ഇൻസ്റ്റാൾ ചെയ്യുന്നില്ല. ഇത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. ഓക്കെ. അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ഇനി അടുത്തത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അടുത്ത നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ OBB ഫയൽ നമ്മൾ ഓപ്പൺ ചെയ്യാൻ വേണ്ടി നമ്മൾ ഫയൽ മാനേജറിലേക്ക് കയറുക. ഫയൽ മാനേജറിൽ കയറിയിട്ട് ആദ്യമേ നമ്മൾ ചെയ്യാനുള്ളത് ഈ ബസ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആകണം. എന്നാൽ മാത്രമേ ഈ OBB ഫയൽ നമ്മളെ ഫയൽ കാണിക്കത്തുള്ളൂ. അപ്പോൾ ജസ്റ്റ് നമ്മൾ ബസ് ഒന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്തു. അപ്പോൾ ഇതിനെ വെള്ള കളറിൽ നമ്മൾ കാണിക്കുകയാണ്. അപ്പോൾ തിരിച്ച് നമ്മൾ വീണ്ടും ബാക്ക് അടിക്കുക. ബാക്ക് അടിച്ച ശേഷം നേരെ നമ്മൾ ഫയൽ മാനേജറിലോട്ട് പോവുക. ഫയൽ മാനേജർ നമ്മൾ പോയതിന് ശേഷം മാത്രമേ നമ്മൾ നേരെ ഇവിടെ ഒരു OBB ഫയൽ എന്ന് പറഞ്ഞൊരു ഫയൽ കാണും. അപ്പോൾ നമുക്കത് നോക്കുക.
അപ്പോൾ നമ്മൾ ആ OBB ഫയൽ നമ്മൾ നേരെ എടുക്കുക. അതിനുശേഷം നമ്മൾ OBB നമ്മളെ ഫോൾഡറുണ്ട്, OBB ഫോൾഡർ കൊണ്ട് നമ്മൾ ബെസ്റ്റ് മാലിയോ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇതുണ്ട്. അത് നിങ്ങൾ പലർക്കും അറിയാമല്ലോ. അപ്പോൾ നേരെ അതുകൊണ്ട് പേസ്റ്റ് ചെയ്യുക. നമ്മൾ ഇത് പേസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ തിരിച്ച് ബാക്ക് അടിക്കുക. ഇനി നമുക്ക് ഗെയിം ഒന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഗെയിം ജസ്റ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ഇനി മാപ്പിൻ്റെ നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്ന ഫയൽ നമുക്കൊന്ന് അപ്ഡേറ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് ഇതിൽ കാണുന്ന മാപ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഗെയിംസ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഗെയിംസ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്കിതിൽ മാപ്പ് ഇപ്പം നമുക്കിതിലുള്ള ഒരു മാപ്പ് നമുക്ക് ഡൗൺലോഡ് ആവത്തില്ല. അപ്പോൾ നമ്മൾ നേരെ മാപ്പ് ഡൗൺലോഡ് ചെയ്ത ആ ഒരു ആപ്ലിക്കേഷനോട് നമ്മളൊന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യും. അപ്പോൾ ഞാൻ ഓൾറെഡി കൊടുത്തതുകൊണ്ട് ഇതൊന്ന് അപ്ഡേറ്റ് എന്ന് പറഞ്ഞ് കാണിക്കുക. അപ്പോൾ അപ്ഡേറ്റ് കൊടുത്താൽ നേരെ നമുക്ക് ഈ മാപ്പ് ഫയൽ അതിലോട് ഓട്ടോമാറ്റിക് ആഡ് ആയിക്കോളും. അപ്പോൾ അത് ഫിക്സഡ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ പലവർക്കും കേരള ട്രാഫിക് മോഡും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അവർക്കൊക്കെ ഇതുപോലത്തെ ഈ ഇഷ്യൂ വരുന്നുണ്ട്. മാപ്പ് ഇഷ്യൂ ഈ ചില ഇതിനൊക്കെ ഉണ്ട്. നമ്മളെ കേരള ട്രാഫിക് V7 എന്ന് പറഞ്ഞൊരു വെർഷനുണ്ട് ട്രാഫിക് മോഡ്. ആ ട്രാഫിക് മോഡ് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതേ ഒരു പ്രശ്നമുണ്ട്. നമുക്കിത് ഓപ്പൺ ആയാലും ഗെയിം ഓപ്പൺ ആവും, പക്ഷേ നമുക്ക് ഈ മാപ്സും കാര്യങ്ങളും നമുക്ക് കളിക്കാൻ പറ്റില്ല. ടൂർ മോഡ് അങ്ങനത്തെ ഇതൊന്നും നമുക്ക് കളിക്കാൻ പറ്റത്തില്ല. ഏത് മാപ്പാണെങ്കിൽ നമ്മൾ ഡൗൺലോഡ് എന്ന് പറഞ്ഞ് കൊടുത്താലും ഡൗൺലോഡ് ആവത്തില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഇതാണ് നമ്മളിപ്പോൾ മാറ്റിയത്. ചിലപ്പോൾ ഞാൻ ഇപ്പം കാണിച്ചതുപോലെ ചിലവരുടെ മൊബൈൽ ഫോണിൽ ഇപ്പം ഞാൻ കാണിച്ചതുപോലെ ചിലപ്പോൾ വർക്ക് ആവത്തില്ല. കാരണം നിങ്ങളിപ്പം ഞാൻ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങളെ മൊബൈൽ ചെയ്താൽ പോലും ചിലപ്പോൾ നിങ്ങൾക്കിത് വർക്ക് ആവത്തില്ല. ചിലപ്പോൾ എന്താ മാപ്പിൻ്റെ ഇഷ്യൂ വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അങ്ങനെ ഒരു ചാൻസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഒറിജിനൽ ആപ്ലിക്കേഷൻ നിങ്ങൾ ഡൗൺലോഡ് വെച്ചിട്ടുണ്ടല്ലോ, ആ ഒറിജിനൽ ആപ്ലിക്കേഷൻ ഇപ്പം ഞാൻ ഇതിൽ കാണിച്ച പോലെ നിങ്ങൾ ചെയ്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് നമ്മളെ ഒറിജിനൽ ആപ്ലിക്കേഷൻ ചെയ്തതിൻ്റെ ആപ്പ് ബസ്സിൻ്റെ ഒറിജിനൽ ആപ്ലിക്കേഷൻ അത് നിങ്ങളൊന്ന് അൺഇൻസ്റ്റാൾ ചെയ്യുക. അൺഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം മാത്രം നിങ്ങളെ മാപ്പ് ഡൗൺലോഡ് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. നമ്മൾ ലാസ്റ്റ് കാണിച്ച ആ മാപ്പ് ഡൗൺലോഡ് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ, അതിനെ നിങ്ങളൊന്ന് വീണ്ടും ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഗെയിം ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആകുക. നമ്മൾ നേരെ OBB ഫയലിലോട്ട് പോകുമ്പോൾ ബസ് ഇഡിൻ്റെ ഫയൽ അതിൽ കാണും. അതിനുശേഷം നമ്മൾ ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഡൗൺലോഡ് ചെയ്തതിൻ്റെ കറക്റ്റായിട്ടുള്ള OBB ഫയൽ, ആ OBB ഫയൽ ജസ്റ്റ് ഒന്ന് ആ ഒരു ഫയലിൽ കൊണ്ട് വയ്ക്കുക. അപ്പം നമുക്ക് ഈ ഗെയിം കറക്റ്റ് ഓപ്പണായി വരുന്നതാണ്. അപ്പം ഈ പറഞ്ഞ ഞാൻ ഇപ്പോൾ വീഡിയോ കാണിച്ച പോലെ നിങ്ങൾ ചെയ്തിട്ട് ഇത് ഗെയിം ഓപ്പൺ ആയില്ലെങ്കിൽ അങ്ങനെ ചെയ്ത് നോക്കുക. കാരണം ഞാൻ ഇപ്പം കാണിച്ച വീഡിയോയിൽ ഇപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ആ വീഡിയോയിൽ നമ്മൾ കണ്ടതുപോലെയാണ് ഞാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ ചെയ്തപ്പോൾ എനിക്ക് എൻ്റെ മൊബൈലിൽ ഇത് ഓപ്പൺ ആയിട്ടുണ്ട്. അങ്ങനെ ആർക്കെങ്കിലും മൊബൈലിൽ ഈ മാപ്പ് ഫിക്സിങ് ഓപ്പൺ ആയില്ലെങ്കിൽ മാത്രം ഞാൻ ഈ പറഞ്ഞ പോലെ ചെയ്യുക. എന്ന് വെച്ചാൽ നമുക്ക് വേറെ ഒന്നുമില്ല, നമ്മൾ വേറെ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഒറിജിനൽ ആപ്ലിക്കേഷൻ അതിന് ഒന്ന് അൺഇൻസ്റ്റാൾ ചെയ്യുക. നമ്മൾ മാപ്പ് ഡൗൺലോഡ് ചെയ്ത് വെച്ച ആ ഒരു ആപ്ലിക്കേഷൻ അതിനെ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് നമ്മളെ മൊബൈലിലാക്കുക. അതിനുശേഷം നമുക്ക് ഗെയിം ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കുക. എന്നാൽ മാത്രം അത് പലർക്കും അറിയില്ല, ഗെയിം ജസ്റ്റ് ഓപ്പൺ ആക്കിയാൽ മാത്രമേ നമുക്കിത് OBB ഫയലിലോട്ട് നമുക്കിത് കാണിക്കുകയുള്ളൂ. അതായത് നമുക്ക് ആൻഡ്രോയിഡിൽ നമ്മൾ നേരെ പോകുമ്പോൾ നമുക്ക് OBB ഫയലിൽ ബെസ്റ്റ് എന്ന് പറഞ്ഞൊരു ഫയലുണ്ട്. ആ ഫയൽ നമുക്ക് കാണണമെങ്കിൽ നമ്മൾ ജസ്റ്റ് ഗെയിം ഒന്ന് ഓപ്പൺ ആക്കിയാൽ മാത്രമേ നമുക്ക് ആ ഫയൽ കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ OBB ഫയലിനെ നേരെ കൊണ്ട് നമ്മളെ OBB ഫയലിൽ കൊണ്ട് കോപ്പി ചെയ്യുക. കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് 100% നമുക്ക് ഫിക്സ്ഡാണ്, മാപ്പ് ഫിക്സിങ് ആയിരിക്കും. അപ്പോൾ ഈ പറഞ്ഞ പോലെ നിങ്ങൾ ചെയ്യുക. അതുപോലെ തന്നെ നമ്മളെ PDF പുതുതായിട്ട് ആരെയും കാണുന്നുണ്ട്, നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം നമ്മളെ ചാനൽ ഷെയർ ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ 1K സബ്സ്ക്രൈബർ ആക്കാനുള്ളതാണ്. അപ്പോൾ മാക്സിമം നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കണ്ടുമുട്ടുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.